അലീനെ, നിനക്ക് എവിടെയാടി അടി കിട്ടിയേ? മൂന്നാക്ക് നല്ല അടി കിട്ടിയോ? ഹലോ, അനുവാണ് നിങ്ങളെ പഞ്ഞിക്കിട്ടെ? ഹലോ, എന്താടി എന്താടി? ദേഹത്തെന്തോ വീണതുപോലെ തോന്നി. എടി വല്ല പല്ലിയും വീണതാണെങ്കിൽ വലിയ ദോഷമാ. അപ്പൊ 3 പേർക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടിയല്ലേ? ഇത്ര നീളവും തടിയൊക്കെ ഉണ്ടായിട്ടേ ഒരു കാര്യമില്ല. അനന്യ നമ്മള് സ്കെച്ചിട്ട് അടി കൊടുക്കാൻ പ്ലാൻ ഇട്ടപ്പോ സെയിം ടൈമിൽ അവളുടെ ഫ്രണ്ട്സ് എങ്ങനെ അവിടെ എത്തി? 5 സുന്ദരികൾ പെട്ടെന്ന് ഒരുമിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കൂട്ടത്തിൽ പിരിഞ്ഞിട്ടും 5 എണ്ണത്തിന് മുടിഞ്ഞ് അയക്കുക. ഓ, അപ്പൊ നിങ്ങൾ കാരണം അനുവും ഫ്രണ്ട്സും തമ്മിൽ സെറ്റായില്ലേ? അതേതായാലും നന്നായി. നിങ്ങൾ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തേനെ, നന്ദിയുണ്ട്. 5 സുന്ദരികൾ വീണ്ടും ഒരുമിച്ചെന്ന് കരുതി നമ്മുടെ ടാർഗറ്റിൽ നിന്ന് അവരെ ഒഴിവാക്കാനാവില്ല. ഓഹോ, കിട്ടാനുള്ളത് കിട്ടിയിട്ടും എന്റെ ഫ്രണ്ട്സിനെ ഇവിടെ നിങ്ങൾക്ക് ഭാവം ഇല്ലല്ലേ? 5 എണ്ണത്തിനെ ഒരുമിച്ച് നേരിടാൻ നമുക്ക് കഴിയില്ല. ഇനി അവരെ ഒരുമിച്ച് നേരിടാൻ പാടില്ല. 5നെ അടിച്ചു ഒതുക്കാനുള്ള വഴി പറ. 5 സുന്ദരികളെ ഓരോരുത്തരെയായി കൂട്ടം തെറ്റിക്കണം. കൂട്ടം തെറ്റിച്ച് ഓരോന്നിനായി എവിടെയെങ്കിലും കൊണ്ടുപോയി പഞ്ഞിക്കിടണം. അങ്ങനെ ചെയ്തപ്പോഴല്ലേ അവളുമാർ ഒരുമിച്ച് നമ്മളെ അടിച്ചത്. അടിച്ചെങ്കിൽ അടി കൊണ്ട് മാറി നിൽക്കുന്നവരല്ല 3 റോസസ് തെളിയിക്കണ്ടേ? തെളിയിക്കണം. ഒന്നിനെയും നമ്മൾ വെറുതെ വിടില്ല. ഓരോന്നിനായി പഞ്ഞിക്കിടണം. അപ്പൊ നിങ്ങക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടും എന്റെ കൂട്ടുകാരെ വിടാൻ ഭാവമില്ലല്ലേ? എന്നാ പിന്നെ പഞ്ഞിക്കിട്. അന്ന് നമ്മൾ എല്ലാരും കൂടി ഒരു രുദ്രനെ അടിച്ചിട്ടത്. എന്നിട്ടും നമ്മൾ കൊറേ പണിപ്പെട്ടു. അനു വളരെ ഈസി ആയിട്ടല്ലേ രുദ്രനെ അടിച്ചത്? അടികൊണ്ട് വീണ രുദ്രനെ അവന്മാരെടുത്തോണ്ട് പോയി. ഞാനോടി രക്ഷപ്പെട്ടു. നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞു? അറിയില്ല. ആ സമയത്തെ ഞാൻ പരിസരം മറന്നുപോയി. പിടിക്കപ്പെടാതെ രക്ഷപ്പെടുക എന്ന് മാത്രമായിരുന്നു ലക്ഷ്യം. ഇതുപോലെ തന്നെയായിരുന്നു അന്ന് എനിക്കും തോന്നിയത്. ഓ, നീ വെളിച്ചപ്പാടായ കഥയല്ലേ, അതിന് പറയണ്ട മേഘേ. അല്ല, നിങ്ങളെല്ലാരും ഇപ്പൊ ഒന്നായോ? വേഗം വാതിലടക്ക്. എന്നെ അനുവിനെ റോഡിൽ നിർത്തിയിട്ട് നിങ്ങൾ വണ്ടി എടുത്തോണ്ട് പോയപ്പോഴേ ഈ പൊട്ടിച്ചിരിയും തമാശ ഇനി ഇവിടെ കാണില്ലെന്ന് ഞാൻ കരുതിയത്. എനിക്കിവിടെ താമസിക്കാൻ ഇടവും കിട്ടില്ലെന്ന് കരുതി. ഞങ്ങളെ കുറിച്ച് വിചാരിച്ച തെറ്റാന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എന്താ കിരണേ, നിന്റെ പിണക്കം മാറിയില്ലേ? ഒന്ന് ക്ഷമിച്ചേക്ക് കിരണേ. ശരി, ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ആരുവേ, ഇവൾ ഇങ്ങനെ ഒരു ബുദ്ധിമോശം പ്രവർത്തിച്ചപ്പോ നീ എന്തിനാ ഇവളുടെ കൂടെ പോകാൻ തയ്യാറായത്? പോലീസിന്റെയും രുദ്രന്റെയും നോട്ടപ്പുള്ളിയായി നീ ഇവക്കൊപ്പം തനിച്ചു പോകാൻ തയ്യാറാവരുതായിരുന്നു. ഇനി അതെല്ലാം മറന്നേക്ക്. പുതിയൊരു വെല്ലുവിളി നമുക്ക് മുന്നിൽ ഉണ്ടായിക്കുമല്ലേ. പുതിയ വെല്ലുവിളിയോ? അതെന്താ? ആരതിയാ പുതിയ വെല്ലുവിളി? ഈ ആരതി എന്ന് പറയുന്ന ആള് അനന്യ ഭാസ്കർ എന്ന ഞാനാണെന്ന് ACPക്ക് മനസ്സിലായി. ഇനി ആ നമ്പർ കൊണ്ട് ACPയെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. അതെടാ, റിയൽ ആരതിയെ ACPക്ക് മുന്നിൽ എത്തിച്ചേ പറ്റൂ. അല്ല, ആരതി അനുവാണെന്ന് അറിഞ്ഞിട്ടും ACP ഇത് ഗൗരവത്തെ എടുത്തില്ലേ? അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അയാളത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ലെങ്കിലേ
നിങ്ങൾ സൂക്ഷിക്കണം. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞ കഥ ചിലപ്പോ ACP വിശ്വസിച്ചിട്ടുണ്ടാവും. അതിനേക്കാൾ വലിയ കുരുക്കില ACP വൃന്ദപ്പെടുത്തിയിരിക്കുന്നത്. അതെന്താ? ആരതി പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന ഒരു സ്ഥലത്തെ പറ്റി ദേ ഇവള് വെറുതെ ACPയോട് പറഞ്ഞു. അയാളത് സീരിയസ് ആക്കി എടുത്തു. ഇപ്പൊ ACP ഇവളെ കൊണ്ട് ആ സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. അത് സംഭവിക്കുന്നതിന് മുമ്പ് ആരതിയെ ACPയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം. നിന്റെ പ്രതീക്ഷയല്ല ഞങ്ങൾ ഈ ആരതി ഡ്രാമ കളിക്കുന്നത്. നീ മനസ്സിൽ വെച്ചാലേ ഈ ആരതി ഡ്രാമയ്ക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നീ എന്ത് ചെയ്യാനാണെന്നോ? നിന്റെ ഫ്രണ്ട് ആരതിയെ വിളിച്ചോണ്ട് വരാന്ന് നീ ഏറ്റതല്ലേ? ആരോ നീ എങ്ങനെയെങ്കിലും ആരതിയെ കൊണ്ടുവരണം. ആരതിയെ കൊണ്ടുവരാനോ? ലക്ഷ്യത്തിന് വേണ്ടിയല്ലാതെ മറ്റൊന്നിനു വേണ്ടിയും നീ പ്രവർത്തിക്കരുത്. എനിക്ക് തന്ന സത്യം നീ ലംഘിക്കരുത്. അങ്ങനെ ചെയ്ത എന്റെ ശാപം നിന്നെ വേട്ടയാണ്. അതെന്താടാ ആരതിയെ കൊണ്ടുവരാൻ നിനക്ക് കഴിയില്ലേ? അല്ല, എന്തേലും കാരണം പറഞ്ഞ് ആരതിയെ കൊണ്ടുവരുന്നത് ഒഴിവാക്കാൻ പറ്റുമോ? അത് നടക്കില്ല. നമുക്കിതീന്ന് ഒഴിവാവാനും പറ്റില്ല. നീ എങ്ങനെയെങ്കിലും ആരതിയെ കൊണ്ടുവരാൻ ഞങ്ങളൊന്ന് സഹായിക്കും. ആരതി എത്തിച്ചേ പറ്റൂ. ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അവൻ ആരതി കൊണ്ടുവരാൻ സഹായിക്കില്ലേ? മന്തുവിനെ കാണുന്നതിന് മുമ്പ് അമ്പിളി ഒന്ന് കണ്ടയക്കാം. മന്തു വന്നാ പിന്നെ അമ്പിളിയോട് ഒരു അക്ഷരം മിണ്ടാൻ പറ്റൂല. അമ്പിളിയെ കാണുന്നില്ലല്ലോ. അമ്പിളി ഇവിടെ ഇല്ലേ? ഹായ് ഐസക്കേട്ടാ. അമ്പിളി ഇവിടെ ഇരിക്കുകയായിരുന്നോ? അല്ല, ഐസക്കേട്ടൻ എന്തിനാ ഇവിടെ ഒന്ന് പരുങ്ങുന്നത്? മന്ദാകിനിയെ കാണാനാണെ ഫോൺ വിളിച്ച് അവൾ ഇറങ്ങി വരില്ലേ? ആദ്യം അമ്പിളി പിന്നെ മന്ദാകിനി, അങ്ങനെയാണല്ലോ. അല്ല, ചേട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞ്? അമ്പിളിയല്ലേ സെക്യൂരിറ്റി, ആ ഉദ്ദേശത്തിൽ പറഞ്ഞതാ. ആ